അവധി കിട്ടാത്തതിന് കയർക്കുന്ന ശുഭിതനാകുന്ന കുട്ടി ചിരിക്കാനായി നമുക്കൊന്നും നൽകുന്നില്ല. അതിൽ ഗ്ലോറിഫൈ ചെയ്യപ്പെടാൻ ഒന്നുമില്ല. കുട്ടിയുടെ ഭാഷാശുദ്ധിയും സംസാരത്തിലെ താളവും ഭാവി വാഗ്ദാനമായി കണക്ക് കൂടുന്നത് പ്രശ്നബാധിതമാണ്. സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുമ്പോൾ നമ്മളൊക്കെ അവധിക്ക് വേണ്ടി ആഗ്രഹിച്ചിട്ടുണ്ട്. ഇടയ്ക്കിടെ ന്യൂസ് ചാനലുകൾ വെച്ച് നോക്കുക, കളക്ടറുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ നോക്കുക എന്നതൊക്കെ നമ്മളൊക്കെ ചെയ്തതാണ്. ഇന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ കണ്ടിരുന്നു. മലപ്പുറത്ത് അവധി നൽകാത്തതിൻ്റെ പേരിൽ ഒരു കുട്ടി വളരെ ശൗര്യത്തോടു കൂടി അവധി ആവശ്യപ്പെടുന്നതും അതിൽ ദേഷ്യം പ്രകടിപ്പിക്കുന്നതും ആളുകൾ അത് കണ്ട് ചിരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതും ഇതൊന്നും നമുക്ക് സ്വാഭാവികമായിട്ട് കാണാൻ സാധിക്കില്ല. അതൊക്കെ അസ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. നല്ല മഴയുള്ള ദിവസങ്ങളിലൊക്കെ കളക്ടറുടെ പേജിൽ പോയി കഴിഞ്ഞാൽ വലിയ രീതിയിൽ അവധി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കമന്റുകൾ കാണാൻ സാധിക്കും. അവധി കിട്ടില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ ഈ ആവശ്യപ്പെടലുകളൊക്കെ തെറികളായി പരിവർത്തനപ്പെടും. ജില്ലാ കളക്ടർ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ തലവനാണ്. വെതർ റിപ്പോർട്ടുകളും ലോക്കൽ കണ്ടീഷനും ഡിസാസ്റ്റർ മാനേജ്മെന്റ് സമിതിയുടെ ഉപദേശവും ഒക്കെ സ്വീകരിച്ചാണ് ജില്ലകളിൽ അവധി നൽകണമോ വേണ്ടയോ എന്നൊക്കെ ജില്ലാ കളക്ടർ തലവനായ ജില്ലാ ഭരണകൂടം തീരുമാനിക്കുന്നത്. ജില്ലാ കളക്ടർ സ്കൂളുകൾക്കും കോളേജുകൾക്കും ഉൾപ്പെടെ അവധി നൽകിയാൽ ആ ഉത്തരവോട് കൂടി നിങ്ങൾ അവധിക്ക് അർഹനായിരിക്കുന്നു എന്നാണ് അർത്ഥം. സ്കൂളിനും ട്യൂഷനും സ്പെഷ്യൽ ക്ലാസ്സിനും ഒന്നും നിങ്ങളെ വീട്ടിൽ നിന്ന് അന്ന് വിളിച്ചിറക്കാൻ അധികാരമില്ലാതെയാകും. ഇനി അന്നേ ദിവസം അവധി ലഭ്യമായില്ലെങ്കിൽ നിങ്ങൾ സ്കൂളുകളിൽ പോകാൻ ബാധ്യസ്ഥനാണ് എന്നാണ് അർത്ഥം. അതിന് കളക്ടറോടും മന്ത്രിയോടും ഒന്നും ഒച്ച വെച്ചിട്ട് കാര്യമില്ല. സ്കൂളിൽ പോകാൻ മടിയുള്ള കുട്ടിയാണെങ്കിൽ ആ മടിയുടെ പിന്നിൽ എന്തെങ്കിലും ഗൗരവപരമായ കാരണങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടോ എന്ന് രക്ഷിതാക്കൾ പരിശോധിക്കുക എന്നതിനപ്പുറം ഒരു കുട്ടിയും അവധിയില്ലാത്തതിന് രോഷപ്രകടനം നടത്തുന്നത് സോഷ്യൽ മീഡിയ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കരുത്.